എന്തായാലും അൻവറിന് വിജയസാധ്യതയ്ക്ക് അപ്പുറം ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇരു മുന്നണികൾക്കും ചങ്കിടിപ്പുണ്ടാക്കുന്ന കാര്യം. അൻവറിന്റെ മത്സരം തങ്ങളെ സ്വാധിക്കില്ല എന്ന കാര്യം UDFും ഇടതുമുന്നണിയും ഒരുപോലെ പറയുന്നുണ്ട്. ജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു നോക്കാം. ജനങ്ങളുടെ പ്രതികരണം. ഞാൻ ജനിച്ചേ മുതൽക്ക് മുസ്ലിം ലീഗാണ്. എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിനെ? നല്ല ആളാണ്. നമുക്ക് എല്ലാ ആളാണ്, മോശമൊന്നുമില്ല. പുള്ളി മത്സരിക്കുന്നതും സ്വാഗതം ചെയ്യുക നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നല്ല കാര്യം, ജയിക്കും. സഹായണ്ട് മൂപ്പരെ കൊണ്ട് എന്നുവെച്ചാൽ പാവങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ആളാണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. അൻവർ നല്ല ആളാണ്. ജയിക്കും. അൻവർ ഞങ്ങളെ പാർട്ടി തന്നെയായിരുന്നു. ഇപ്പൊ മാറി. ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു, അതും പറയണ്ടേ. ആദ്യമൊക്കെ നല്ല ഗുണമുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ പിരിഞ്ഞു, നമ്മൾ രാജിവെച്ച് പോയി. അത് അയാളെ സാമർത്ഥ്യമായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടുമോ നിങ്ങളെ അഭിപ്രായത്തില്? കിട്ടൂല. അപ്പൊ ക്ഷീണം തന്നെയല്ലേ. കോൺഗ്രസിൽ കൂടിയിരിക്കുന്ന കുറെ ഒന്നുകൂടെയൊക്കെ നന്നായിരുന്നു. ജയസാധ്യത എന്റെ അഭിപ്രായത്തില് മോശം തന്നെയാണ്. തൃണമൂല് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഇതല്ല, ശക്തി അല്ലല്ലോ. അൻവർ MLA വീണ്ടും മത്സരിക്കാൻ പോവാ നിങ്ങളുടെ പഴയ MLA, എങ്ങനെ തോന്നുന്നു? ഞങ്ങക്ക് വേണ്ട, വോട്ട് ചെയ്തില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്ക് മാറിയോണെന്നാ പിന്നെ എങ്ങനെ പാർട്ടി മാറിയാൽ ശരിയാവില്ല അല്ലെ? ശരിയാവില്ല. അപ്പൊ ഓനല്ല പൈസ എല്ലാം അറിഞ്ഞു, ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ വ്യക്തിക്ക് ആൾക്കാർ ആരെയും വോട്ട് കൊടുക്കും. നേരത്തെ ചെയ്ത ആളാണല്ലോ ഇത്തവണ ചെയ്യില്ല അൻവറിന്, അങ്ങനെയാണോ? അൻവറിന് എങ്ങനെ ചെയ്യണത്? ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞല്ലോ. നിന്റെ വോട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ ഓന്. പിന്നെ മത്സരിച്ചാല് പിന്നെ ആരാ ഓന് വോട്ട് കൊടുക്കുക? നല്ല MLA ആയിരുന്നു അൻവർ. MLA ഒക്കെ ഒന്നും കുഴപ്പമില്ല, ആളുകളായിട്ട് നല്ല സൗഹൃദം ഒക്കെ ഉണ്ട്. ഇല്ല, ഒന്നും നമ്മൾ പറയില്ല. ഈ ആസ്പത്രി കുറെ പ്രവർത്തിച്ചു നന്നായും ചെയ്തത്. നമുക്ക് എന്തൊക്കെയാണോ ചതിയ ചെയ്തത്, വഞ്ചന ചെയ്തത്. ഈ 5 കൊല്ലം പൂർത്തിയാക്കാതെ പോകാൻ പാടില്ലല്ലോ. ഓൻ ജനങ്ങൾക്ക് നല്ല സഹായങ്ങളും മറ്റും മറിച്ചും പേരിലൊക്കെ തന്നിട്ടുണ്ട്. ഓന്റെ കഴിവും കാര്യം പരമാവധി ഓൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഓൻ ചെയ്ത ചതിയാണ്, വഞ്ചനയാണ്, കൊലപാതകം ചെയ്യുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട ഒരാളെ ഓൻ ജയിക്കാൻ പാടി. രാവും പാകവും കടന്ന് കേട്ടാണ്. കൊന്നക്കുക. ഇതാണ് ജനങ്ങളുടെ പ്രതികരണം. എന്തായാലും പലതരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത പ്രതികരണമാണ്. കാരണം നിലമ്പൂര് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടതുകൊണ്ട് ഇനി സാധാരണക്കാരുടെ നിലപാട് ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ എന്തായാലും ജനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമാണ്. ഇനി വരുന്ന ചുരുങ്ങിയ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന കാടടച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളെ എത്ര കണ്ട് സ്വാധീനിക്കുമെന്നും കണ്ടറിയണം.